ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ബീഫ് കറിയാണ്. വെള്ളപ്പത്തിലേക്കുള്ള ബീഫ് കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ വെള്ളപ്പം, അതുപോലെ തന്നെ അതിലേക്ക് അനുയോജ്യമായ ഒരു ബീഫ് കറിയുമാണ് ഇന്നെൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇരുമ്പ് ചട്ടിയായിട്ട് ഇങ്ങോട്ട് പോരൂ പ്രിയപ്പെട്ടവരെ. ഇരുമ്പ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ല ഒന്നാണ്. ഇരുമ്പ് സത്ത് നമ്മുടെ വയറ്റിനകത്തായ ഒരു പ്രശ്നവുമില്ല. എങ്കിൽ നോൺ സ്റ്റിക്ക് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. നോൺ സ്റ്റിക്കിൻ്റെ തേപ്പൊക്കെ അകത്തായി കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങൾ വരും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള അപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സോഡ ചേർത്തിട്ടില്ല, ഈസ്റ്റ് ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് അരി വെള്ളത്തിലിട്ടപ്പോൾ ഉലുവയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്, അരി വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയുടെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് വേർതിരിഞ്ഞ് പോരാൻ വേണ്ടിയിട്ടുമാണ് വലിയ ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ആണ്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടി നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചേർത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരും മാവ്. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ ഓരോ ടീസ്പൂണ് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സോഡ ചേർക്കേണ്ട, ഒന്നും ചേർക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മാറ്റിയെടുക്കാൻ ഞാൻ അടുത്ത ട്രിപ്പ് അരക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ ആ ഒരു വീഡിയോയിൽ ഞാൻ എന്താണോ കാണിച്ചത് അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വെള്ളപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ വേറെ ഇട്ടിക്കണേ. ഇഷ്ടം പോലെ വെള്ളപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ പോയി കണ്ടോളി. എല്ലാ റെസിപ്പിയും വ്യത്യസ്ത രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ബീഫിൻ്റെ കറി ഉണ്ട്, അടിപൊളി ടേസ്റ്റ്, വളരെ എളുപ്പത്തിൽ എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരം വെളുത്തിട്ടാണ് ഇവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നത്. തലേ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് അവിടെ കാണിച്ചത്. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കിയാലല്ലേ കറി വേവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇനി ബീഫിന് മുകളിലേക്കായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്തു. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിതിനൊന്നും പ്രത്യേകിച്ച് ഒരളവ് പറയുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും മയം കിട്ടാൻ വേണ്ടിയിട്ടും. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സുമാറ് അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി 2 തക്കാളി കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളികളൊന്നും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഇപ്പോൾ ടൈം വേസ്റ്റ് ആകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. ബീഫിൻ്റെ ഓരോ വെറൈറ്റി വീഡിയോകൾ ഞാൻ എത്രയേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കണ്ടോളി. ഓരോന്നും വ്യത്യസ്ത രൂപത്തിൽ എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുക, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക. വിസിലിൻ്റെ കണക്കോ ഒന്നും ഞാൻ പറയുന്നില്ല, വെന്ത് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേവുന്ന വരെ നമുക്ക് ഉള്ളികളൊക്കെ തൊലിച്ചെടുക്കാം, എന്നിട്ടല്ലേ വേവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഉള്ളി തൊലിച്ചെടുക്കാൻ വരികയാണ്. അപ്പോൾ ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എനിക്ക് തൂമിക്കാൻ വേണ്ടി. ചതച്ചെടുക്കുക, ഉള്ളി ഇങ്ങനെ ചതച്ചെടുക്കുക, ഇഞ്ചി ചതച്ചെടുക്കുക, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം ചതച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് വന്നാലും മതി. ഞാൻ ഈ ഒരു രൂപത്തിലാണ് ഇവിടെ ചതച്ചെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചതച്ചെടുക്കുക. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുരുമുളക് കിട്ടി. കുരുമുളക് ഇങ്ങനെ വള്ളിമേൽ കുരുമുളകിൻ്റെ സീസൺ ആയതുകൊണ്ട് കുരുമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് കുരുമുളക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ സീസൺ ആകുമ്പോഴല്ലേ എങ്ങനെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുരുമുളക്, പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ.
അപ്പോൾ നിങ്ങളടുത്ത് സാധാ കുരുമുളക് പൊടി ഉള്ളൂന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ അടുത്ത് പച്ച കുരുമുളക് ഉള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബീഫ് വെന്തുക്കണോ നോക്കിയാലോ. ബീഫ് വെന്തുക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കയ്യിലെടുത്ത് ഇങ്ങനെ ഇളക്കി നോക്കട്ടെ. എന്നിട്ട് ബീഫ് തീന്ന് ഒരു കഷ്ണം എടുക്കുമ്പോൾ വെന്തുക്കണോ ഇല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ വെന്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും പറയണ്ട, അത് ആകെ സ്ട്രക്കാണ്. സ്ട്രക്കിൻ്റെ സ്ട്രക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് സ്ട്രക്കായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കേണ്ടത്, ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് പെരുംജീരകമാണ്. പെരുംജീരകത്തിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തത് നല്ല ജീരകമാണ്. നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ജീരകം കുറച്ച്. അപ്പോൾ ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു, പിന്നെ പെരുംജീരകം ഇട്ട് കൊടുത്തു, പിന്നെ നല്ല ജീരകം കുറച്ചിട്ട് കൊടുത്തു. ഇനി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇതുപോലെ ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്തെടുക്കുക. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് മൂത്ത് വന്നാൽ കറിവേപ്പില നിങ്ങളെടുത്തുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടോളി, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫിൻ്റെ കറി. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് നമുക്കിത് ബീഫ് ഫ്രൈ ആകും, രാവിലെ നമുക്ക് ബീഫ് കറിയുമാകും. അപ്പോൾ ഞാനിവിടെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചതച്ച് എടുത്തതൊക്കെ ചേർത്തെടുക്കുക. ആദ്യം തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ പച്ചക്കുത്ത് മാറി കഴിഞ്ഞിട്ട് അടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് ഉണ്ടല്ലോ, ചതച്ച് വെച്ച കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്താ വെച്ചാൽ കുറവുള്ള പൊടികളൊക്കെ നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടെടുത്തില്ല. മുളക് പൊടി ഇട്ടെടുത്താൽ ഏറുമെന്ന് വിചാരിച്ചിട്ട് ഇട്ടെടുത്തില്ല. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണയെ കടത്ത് തന്നെ ഇളക്കി യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടികളും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പച്ചക്കുത്ത് മാറിയിട്ടില്ലെങ്കിൽ പച്ച ടേസ്റ്റ് വരും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. പറഞ്ഞാൽ എനിക്കിവിടെ വെള്ളം കറിയായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, ചുടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കുക. ഒക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക. ഓഫാക്കുന്ന സമയത്താണ് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഓഫാക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. മല്ലിയിലയും അവസാനമായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അവസാനം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് പച്ച കുത്തുണ്ടല്ലോ, മാറാൻ നിൽക്കരുത്. ഇതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മല്ലിയിലൻ്റെയും പച്ചമുളകിൻ്റെ ആ പച്ച ടേസ്റ്റ് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ ക്ലിയർ ഇല്ലാത്തതെന്ന് വെച്ചാൽ പുക ഇങ്ങനെ വന്ന് ഫോണുമ്മക്ക് ഇങ്ങനെ വരികയാണ്. എങ്ങനെ നോക്കിയാൽ പുക ഇങ്ങനെ വരികയാണ്, നല്ല ചൂടുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ വെള്ളപ്പത്തിൻ്റെ മാവാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മാവ് ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് വെള്ളപ്പം നന്നാകൂല നിങ്ങൾ വിചാരിക്കാൻ നിൽക്കണ്ട. മാവിലേക്ക് ഞാൻ വെളിച്ചെണ്ണയോ ഓയിലോ എന്താ ഞങ്ങളെടുത്തുള്ളത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊന്നും വെളിച്ചെണ്ണ തേക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലും വെളിച്ചെണ്ണ തേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാവിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താ ഞങ്ങളെടുത്തുള്ളത് ഒഴിച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചുട്ട് വയ്ക്കാമല്ലോ. ഇതുപോലെയാണ് ചുട്ടെടുക്കുമ്പോഴുള്ള ഒരു കാഴ്ച. അപ്പോൾ 2-3 വെള്ളപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്ന തിരക്കിലാണ് ഞാനിവിടെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ചുട്ടെടുക്കുന്നതൊക്കെ അവരെടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കുറേ വെള്ളപ്പൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ 2-3 വെള്ളപ്പം അവസാനമായിട്ട് ചുട്ടെടുത്തിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചൂടുന്ന അപ്പത്തിനെക്കാട്ടിലും കാണാനൊക്കെ ഭംഗിയുണ്ടാകുക അവസാനത്തെ അപ്പമാണ്. സാധാരണ നമ്മൾ ഉഴുന്നൊക്കെ ചേർത്ത് അരക്കുകയാണെങ്കിൽ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവസാനത്തെ അപ്പം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഫസ്റ്റിലപ്പം മാത്രമേ കാണാനൊക്കെ ചൊറുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി 1 ടീസ്പൂൺ ചേർത്തത് കൊണ്ടാണ് അവസാനത്തെ അപ്പവും നല്ല ചൊറുക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, നല്ല ചൊറുക്കായിട്ട് നമുക്ക് ഈ ഡബിൾ ഹോഴ്സിൻ്റെ വെള്ളപ്പപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അവസാനത്തെ അപ്പം ഇങ്ങനെ ഇത്ര ചൊറുക്കിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി മുന്നോട്ടുള്ള വീഡിയോയിലും എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക്
എടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ് കറിയും എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനാണ് അവസാനമായിട്ട് ചായ കുടിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് ആണെന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ടോന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പച്ച കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ മല്ലിയില, നല്ല ജീരകം, പെരുംജീരകം, വെളുത്തുള്ളി, മല്ലിയില ഒക്കെ ചേർത്ത് പച്ചമുളക് പച്ചക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.